എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നാളെ നടക്കാൻ പോകുന്ന ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എക്സാമിൻ്റെ സ്പെഷ്യൽ ടോപ്പിക് വിഭാഗത്തിൽ നിന്നും വരാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാവരും മാക്സിമം അറ്റൻഡ് ചെയ്യുക. ഒന്നാമത്തെ ചോദ്യം, വനം പരിപാലിക്കുന്ന ശാസ്ത്രശാഖ ഏതാണ്? വനം പരിപാലിക്കുന്ന ശാസ്ത്രശാഖ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ സിൽവി കൾച്ചർ. സിൽവി കൾച്ചറാണ് വനം പരിപാലിക്കുന്ന ശാസ്ത്രശാഖ. എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് വനം കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത്? എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് വനം കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത്? ആൻസർ ഓപ്ഷൻ എ 42. 42ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് വനം കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത്. 1972 വന്യജീവി സംരക്ഷണ നിയമം എത്ര ഷെഡ്യൂളുകളാണ് ഉള്ളത്? 1972 വന്യജീവി സംരക്ഷണ നിയമത്തിൽ എത്ര ഷെഡ്യൂളുകളാണ് ഉള്ളത്? ആൻസർ ഓപ്ഷൻ ഡി 6. 6 ഷെഡ്യൂളുകളാണ് 1972 വന്യജീവി സംരക്ഷണ നിയമത്തിൽ ഉള്ളത്. ഓപ്പറേഷൻ ഒലീവിയ ഏത് ജീവിയുടെ സംരക്ഷണാർത്ഥം ആരംഭിച്ച പദ്ധതിയാണ്? ഓപ്പറേഷൻ ഒലീവിയ ഏത് ജീവിയുടെ സംരക്ഷണാർത്ഥം ആരംഭിച്ച പദ്ധതിയാണ്? ആൻസർ ഓപ്ഷൻ സി കടലാമ. കടലാമയുടെ സംരക്ഷണാർത്ഥം ആരംഭിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ ഒലീവിയ. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ഇരവികുളം. ഇരവികുളം നാഷണൽ പാർക്കാണ് കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം. കേരളത്തിൽ അവസാനമായി നിലവിൽ വന്ന വന്യജീവി സങ്കേതം ഏതാണ്? കേരളത്തിൽ അവസാനമായി നിലവിൽ വന്ന വന്യജീവി സങ്കേതം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ കരിമ്പുഴ വന്യജീവി സങ്കേതം. കരിമ്പുഴ വന്യജീവി സങ്കേതമാണ് കേരളത്തിൽ അവസാനമായി നിലവിൽ വന്ന വന്യജീവി സങ്കേതം. അസഡിറാഷൻ വേർതിരിച്ചെടുക്കുന്നത് എന്തിനെയാണ്? അസഡിറാഷൻ വേർതിരിച്ചെടുക്കുന്നത് എന്തിനെയാണ്? ആൻസർ ഓപ്ഷൻ സി വേപ്പ്. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആനമുടി. ആനമുടിയാണ് പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ വനങ്ങളുള്ള ജില്ല ഏതാണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ വനങ്ങളുള്ള ജില്ല ഏതാണ്? ആൻസർ ഓപ്ഷൻ എ കണ്ണൂർ. കണ്ണൂരാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ വനങ്ങളുള്ള ജില്ല. കേരളത്തിലെ ഏതു ജില്ലയിലാണ് നീലക്കുറിഞ്ഞി സാങ്ച്വറി സ്ഥിതി ചെയ്യുന്നത്? കേരളത്തിലെ ഏത് ജില്ലയിലാണ് നീലക്കുറിഞ്ഞി സാങ്ച്വറി സ്ഥിതി ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ സി ഇടുക്കി. ഇടുക്കി ജില്ലയിലാണ് നീലക്കുറിഞ്ഞി സാങ്ച്വറി സ്ഥിതി ചെയ്യുന്നത്. ഉഷ്ണമേഖല വന ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉഷ്ണമേഖല വന ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ സി ജബൽപൂർ. ജബൽപൂരിലാണ് ഉഷ്ണമേഖല വന ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. ഉഷ്ണമേഖല വനശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണ്? ഉഷ്ണമേഖല വനശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ഡിട്രിസ് ബ്രാൻഡിഡ്. ഡിട്രിസ് ബ്രാൻഡിഡ് ആണ് ഉഷ്ണമേഖല വനശാസ്ത്രത്തിൻ്റെ പിതാവ്. ഇന്ത്യയിലെ കമ്മ്യൂണിറ്റി റിസർവുകളുടെ എണ്ണം എത്രയാണ്? ഇന്ത്യയിലെ കമ്മ്യൂണിറ്റി റിസർവുകളുടെ എണ്ണം എത്രയാണ്? ആൻസർ ഓപ്ഷൻ ബി 309. ഇന്ത്യയിൽ 309 കമ്മ്യൂണിറ്റി റിസർവുകൾ ഉണ്ട്. കേരളത്തിൽ പശ്ചിമഘട്ടം അറിയപ്പെടുന്ന പേര്? കേരളത്തിൽ പശ്ചിമഘട്ടം അറിയപ്പെടുന്ന പേര്? ആൻസർ ഓപ്ഷൻ ബി സഹ്യപർവ്വതം. സഹ്യപർവ്വതം എന്നാണ്
കേരളത്തിൽ പശ്ചിമഘട്ടത്തെ അറിയപ്പെടുന്നത്? സുൽത്താൻപൂർ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? സുൽത്താൻപൂർ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ഹരിയാന. ഹരിയാനയിലാണ് സുൽത്താൻപൂർ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് നിലവിൽ വന്നത് ഏതു വർഷമാണ്? ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് നിലവിൽ വന്നത് ഏത് വർഷമാണ്? ആൻസർ ഓപ്ഷൻ ബി 1980 ഒക്ടോബർ 25. 1980 ഒക്ടോബർ 25 ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് നിലവിൽ വന്നത്. ദേശാടന പക്ഷികളുടെ പറുദീസ എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം ഏതാണ്? ദേശാടന പക്ഷികളുടെ പറുദീസ എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ കടലുണ്ടി. കടലുണ്ടിയാണ് ദേശാടന പക്ഷികളുടെ പറുദീസ എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം. ദേശീയ കടുവ സംരക്ഷണ അതോറിറ്റിയുടെ ചെയർമാൻ ആരാണ്? ദേശീയ കടുവ സംരക്ഷണ അതോറിറ്റിയുടെ ചെയർമാൻ ആരാണ്? ആൻസർ ഓപ്ഷൻ സി കേന്ദ്ര പരിസ്ഥിതി വനം വകുപ്പ് മന്ത്രി. കേന്ദ്ര പരിസ്ഥിതി വനം വകുപ്പ് മന്ത്രിയാണ് ദേശീയ കടുവ സംരക്ഷണ അതോറിറ്റിയുടെ ചെയർമാൻ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വനനയം പ്രഖ്യാപിച്ചത് ഏത് വർഷമാണ്? സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വനനയം പ്രഖ്യാപിച്ചത് ഏത് വർഷമാണ്? ആൻസർ ഓപ്ഷൻ ബി 1952. 1952 സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വനനയം പ്രഖ്യാപിച്ചത്. ഇന്ത്യയുടെ സുഗന്ധവൃക്ഷം എന്നറിയപ്പെടുന്ന സസ്യം ഏതാണ്? ഇന്ത്യയുടെ സുഗന്ധവൃക്ഷം എന്നറിയപ്പെടുന്ന സസ്യം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി അഗർവുഡ്. അഗർവുഡാണ് ഇന്ത്യയുടെ സുഗന്ധവൃക്ഷം എന്നറിയപ്പെടുന്ന സസ്യം. IUCN സ്ഥാപിതമായ വർഷം ഏതാണ്? ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ സ്ഥാപിതമായ വർഷം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി 1948. 1948 IUCN സ്ഥാപിതമായത്. UNEP സ്ഥാപിതമായ വർഷം ഏതാണ്? യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെൻറ്റ് പ്രോഗ്രാം സ്ഥാപിതമായ വർഷം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ 1972. 1972 UNEP രൂപീകൃതമായത്. WWF രൂപീകൃതമായ വർഷം ഏതാണ്? WWF രൂപീകൃതമായ വർഷം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി 1961. 1961 വേൾഡ് വൈഡ് ഫണ്ട് രൂപീകൃതമായത്. താഴെ പറയുന്നവയിൽ സംരക്ഷിത പ്രദേശങ്ങളിൽ ഉൾപ്പെടാത്ത വിഭാഗം ഏതാണ്? താഴെ പറയുന്നവയിൽ സംരക്ഷിത പ്രദേശങ്ങളിൽ ഉൾപ്പെടാത്ത വിഭാഗം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി റിസർവ് ഫോറസ്റ്റ്. റിസർവ് ഫോറസ്റ്റ് ആണ് സംരക്ഷിത പ്രദേശങ്ങളിൽ ഉൾപ്പെടാത്ത വിഭാഗം. താഴെ പറയുന്നവയിൽ പശ്ചിമഘട്ടത്തിലെ എൻഡമിക് വിഭാഗത്തിൽപ്പെടുന്ന ജീവി ഏതാണ്? താഴെ പറയുന്നവയിൽ പശ്ചിമഘട്ടത്തിലെ എൻഡമിക് വിഭാഗത്തിൽപ്പെടുന്ന ജീവി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി നീലഗിരി മാർട്ടിൻ. നീലഗിരി മാർട്ടിനാണ് പശ്ചിമഘട്ടത്തിലെ എൻഡമിക് വിഭാഗത്തിൽ പെടുന്ന ജീവി. വന്യജീവി സംരക്ഷണ നിയമം 1972 ഏത് ചാപ്റ്ററിലാണ് കുറ്റകൃത്യങ്ങൾ കണ്ടെത്തുന്നതിനെയും തടയുന്നതിനെയും പറ്റി പ്രതിപാദിക്കുന്നത്? വന്യജീവി സംരക്ഷണ നിയമം 1972 ഏത് ചാപ്റ്ററിലാണ് കുറ്റകൃത്യങ്ങൾ കണ്ടെത്തുന്നതിനെയും തടയുന്നതിനെയും പറ്റി പ്രതിപാദിക്കുന്നത്? ആൻസർ ഓപ്ഷൻ എ ചാപ്റ്റർ 6. ചാപ്റ്റർ 6 വന്യജീവി സംരക്ഷണ നിയമം 1972 കുറ്റകൃത്യങ്ങൾ കണ്ടെത്തുന്നതിനെയും തടയുന്നതിനെയും പറ്റി പ്രതിപാദിക്കുന്നത്. ഇന്ത്യയിൽ ആകെ എത്ര നാഷണൽ പാർക്കുകൾ ഉണ്ട്?
ഇന്ത്യയിലാകെ എത്ര നാഷണൽ പാർക്കുകളാണ് ഉള്ളത്? ആൻസർ ഓപ്ഷൻ ബി 107. ഇന്ത്യയിലാകെ 107 നാഷണൽ പാർക്കുകളാണ് ഉള്ളത്. ഇന്ത്യയിലാകെ എത്ര ടൈഗർ റിസർവുകൾ ഉണ്ട്? ഇന്ത്യയിലാകെ എത്ര ടൈഗർ റിസർവുകൾ ഉണ്ട്? ആൻസർ ഓപ്ഷൻ എ 58. ഇന്ത്യയിലാകെ 58 ടൈഗർ റിസർവുകളാണ് നിലവിലുള്ളത്. ഇന്ത്യയിലാകെ എത്ര എലിഫന്റ് റിസർവുകൾ ഉണ്ട്? ഇന്ത്യയിലാകെ എത്ര എലിഫന്റ് റിസർവുകൾ ഉണ്ട്? ആൻസർ ഓപ്ഷൻ എ 33. ഇന്ത്യയിലാകെ 33 എലിഫന്റ് റിസർവുകളാണ് ഉള്ളത്. ഇന്ത്യയിലാകെ എത്ര വന്യജീവി സങ്കേതങ്ങൾ ഉണ്ട്? ഇന്ത്യയിൽ ആകെ എത്ര വന്യജീവി സങ്കേതങ്ങൾ ഉണ്ട്? ആൻസർ ഓപ്ഷൻ സി 574. ഇന്ത്യയിലാകെ 574 വന്യജീവി സങ്കേതങ്ങളാണ് ഉള്ളത്. ഇന്ത്യയിൽ ആകെ എത്ര ബയോസ്ഫിയർ റിസർവുകൾ ഉണ്ട്? ഇന്ത്യയിലാകെ എത്ര ബയോസ്ഫിയർ റിസർവുകൾ ഉണ്ട്? ആൻസർ ഓപ്ഷൻ എ 18. ഇന്ത്യയിലാകെ 18 ബയോസ്ഫിയർ റിസർവുകളാണ് ഉള്ളത്. ഇന്ത്യയിലാകെ എത്ര ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടുകൾ ഉണ്ട്? ഇന്ത്യയിലാകെ എത്ര ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടുകൾ ഉണ്ട്? ആൻസർ ഓപ്ഷൻ എ 4. ഇന്ത്യയിലാകെ 4 ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടുകളാണ് ഉള്ളത്. വൈഷ്ണോയി പ്രസ്ഥാനം ആരംഭിച്ച വർഷം ഏതാണ്? വൈഷ്ണോയി പ്രസ്ഥാനം ആരംഭിച്ച വർഷം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ 1730. 1730 വൈഷ്ണോയി പ്രസ്ഥാനം ആരംഭിച്ചത്. ജംഗിൽ ബച്ചാവോ ആന്തോളൻ പ്രസ്ഥാനം ആരംഭിച്ച വർഷം ഏതാണ്? ജംഗിൽ ബച്ചാവോ ആന്തോളൻ പ്രസ്ഥാനം ആരംഭിച്ച വർഷം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി 1982. 1982 ജംഗിൽ ബച്ചാവോ ആന്തോളൻ പ്രസ്ഥാനം ആരംഭിച്ചത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബയോസ്ഫിയർ റിസർവ് ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ ബയോസ്ഫിയർ റിസർവ് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ഗ്രേറ്റ് റാൻ ഓഫ് കച്ച്. ഗ്രേറ്റ് റാൻ ഓഫ് കച്ച് ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബയോസ്ഫിയർ റിസർവ്. ഗ്രേറ്റ് റാൻ ഓഫ് കച്ചിൻ്റെ പഴയ പേര് ഗ്യാൻ ഭാരതി എന്നായിരുന്നു. ഗ്രേറ്റ് റാൻ ഓഫ് കച്ചിൻ്റെ പഴയ പേര് ഗ്യാൻ ഭാരതി എന്നാണ്. ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ പാർക്ക് ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ പാർക്ക് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ജിം കോർബറ്റ്. ജിം കോർബറ്റ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ പാർക്ക്. ജിം കോർബറ്റ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരാഖണ്ഡിലാണ്. 1936 ജിം കോർബറ്റ് സ്ഥാപിതമായത്. ജിം കോർബറ്റിൻ്റെ ആദ്യകാല പേര് ഹെയ്ലി എന്നായിരുന്നു. 1957 ഹെയ്ലി നാഷണൽ പാർക്ക് എന്ന പേര് മാറ്റി ജിം കോർബറ്റ് നാഷണൽ പാർക്ക് എന്നുള്ള പേര് ലഭിച്ചത്. ഇന്ത്യയിലെ ആദ്യ ബട്ടർഫ്ലൈ പാർക്ക് ഏതാണ്? ഇന്ത്യയിലെ ആദ്യ ബട്ടർഫ്ലൈ പാർക്ക് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ബെന്നാർഘട്ട. കർണാടക ജില്ലയിലെ ബെന്നാർഘട്ടയാണ് ഇന്ത്യയിലെ ആദ്യ ബട്ടർഫ്ലൈ പാർക്ക്. ഏഷ്യയിലെ ആദ്യ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് ഏതാണ്? ഏഷ്യയിലെ ആദ്യ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി തെന്മല. തെന്മലയാണ് ഏഷ്യയിലെ ആദ്യ ബട്ടർഫ്ലൈ സഫാരി പാർക്ക്. കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ ആണിത്. ഇന്ത്യയിലെ ആദ്യ ബട്ടർഫ്ലൈ പാർക്ക് ബെന്നാർഘട്ട. ഇന്ത്യയിലെ ആദ്യ ബട്ടർഫ്ലൈ സഫാരി പാർക്കാണ് തെന്മല. കൂടുതലും തെറ്റ് വരാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ്. ഇന്ത്യയിലെ ആദ്യ ബയോസ്ഫിയർ റിസർവ് ഏതാണ്? ഇന്ത്യയിലെ ആദ്യ ബയോസ്ഫിയർ റിസർവ് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി നീലഗിരി. നീലഗിരിയാണ് ഇന്ത്യയിലെ ആദ്യ ബയോസ്ഫിയർ റിസർവ്. ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക് ഏതാണ്?
ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ അഗസ്ത്യാർകൂടം. അഗസ്ത്യാർകൂടമാണ് ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക്. ഇന്ത്യയിലെ ആദ്യ പരിസ്ഥിതി സൗഹൃദ നഗരം ഏതാണ്? ഇന്ത്യയിലെ ആദ്യ പരിസ്ഥിതി സൗഹൃദ നഗരം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി പാനിപ്പട്ട്. പാനിപ്പട്ടാണ് ഇന്ത്യയിലെ ആദ്യ പരിസ്ഥിതി സൗഹൃദ നഗരം.